വയനാട് പുൽപ്പള്ളിയിൽ വനവാസി വൃദ്ധൻ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്നും പ്രതിഷേധമുയരാൻ സാധ്യത. കടുവയെ പിടികൂടണമെന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭിക്കണമെന്നും ആണ് പ്രധാന ആവശ്യം. കൂമന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വിറക് ശേഖരിക്കാൻ പോയ വയോധികൻ ഇന്നലെയാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി PS അർജുൻ ചേർന്നു. അർജുൻ, ഇന്നലെയാണ് വയനാട് പുൽപ്പള്ളിയിൽ വനവാസി വൃദ്ധൻ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ സംഭവത്തിൽ ഇന്നും പ്രതിഷേധമുയരാൻ തന്നെയാണ് സാധ്യതയല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് സാധ്യത. ഇന്നലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഏകദേശം ഇന്നലെ 12 മണി കഴിയുന്നതിൽ കൂടിയാണ് കൂമൻ എന്ന മാരൻ ഇത്തരത്തിൽ കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ് തൊട്ടപ്പുറത്ത്, അതായത് കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവരുടേത്. ആ തൊട്ടപ്പുറത്ത് വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു മാരൻ. ആ ഒരു സമയത്താണ് പെട്ടെന്ന് തന്നെ മാരന്റെ പെങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ കടുവ ചാടി വീഴുകയും മാരനെയും കൊണ്ട് കാട്ടിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് നാട്ടുകാർ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മാരൻ മരണപ്പെട്ട് കിടക്കുന്നത്, കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് മാരനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വഴിക്ക് വെച്ച്, അതായത് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് വെച്ച് മരണപ്പെടുകയായിരുന്നു. തുടർന്ന് വലിയ പ്രതിഷേധമൊക്കെ പ്രദേശത്ത് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മാരന്റെ മൃതദേഹം വിട്ടുകൊടുക്കാൻ സമ്മതിച്ചിരുന്നില്ല, ബന്ധുക്കൾക്ക് സമ്മതിച്ചിരുന്നില്ല. കാരണം അവരുടെ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ കടുവയെ പിടികൂടുക, മാത്രമല്ല ഇത്തരത്തിൽ ഈ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിന് 2 മക്കളുണ്ട്, അവർക്ക് ആർക്കെങ്കിലും ജോലി കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യം അവർ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം, അതായത് 25 ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബത്തിന് ലഭിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. തുടർന്ന് ഉദ്യോഗസ്ഥരൊക്കെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നാട്ടുകാർ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് മൃതദേഹം വിട്ടു നൽകാതെ മൃതദേഹം പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാരോട് നടത്തിയ ഒരു ചർച്ചയിൽ തൽക്കാലത്തേക്ക് ഒരു 6 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കാമെന്നുള്ള ഒരു നിർദ്ദേശം വെക്കുകയും തുടർന്ന് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെയും ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. മൃതദേഹം കൊണ്ടുപോയപ്പോൾ തങ്ങളെ കൊണ്ടുപോയില്ല എന്നുള്ള ഒരു ആക്ഷേപം ബന്ധുക്കൾ ഉന്നയിച്ചു. അതായത് ഈ മൃതദേഹം കൊണ്ട് വനപാലകർ ഈ മൃതദേഹം കൊണ്ടുപോവുകയും നേരെ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ബന്ധുക്കളെ അങ്ങോട്ട് ക്ഷണിച്ചില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തികച്ചും തങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മൃതദേഹം കൊണ്ടുപോയതാണ്, തങ്ങളെ പറ്റിച്ചുകൊണ്ട്, അതായത് വാഗ്ദാനങ്ങൾ തന്ന് പറ്റിച്ച് ഈ മൃതദേഹം കൊണ്ടുപോയതാണെന്നുള്ള ഒരു ആക്ഷേപമാണ് ഇവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. കൃത്യമായി തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ അവർ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനാൽ തന്നെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ഉള്ളത് ഈ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിലാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം പിന്നീട് ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ സാധ്യതയില്ല, തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങുകയുള്ളൂ. മാത്രമല്ല ജില്ലാ കളക്ടർ അടക്കമുള്ളവർ തങ്ങളുടെ അടുത്ത് വന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നും കാര്യങ്ങൾ പറയണമെന്നുമായിരുന്നു ഇവരുടെ ആവശ്യം. അമൽ. വയനാട് പുൽപ്പള്ളിയിൽ വനവാസി വൃദ്ധൻ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്നും പ്രതിഷേധമുയരാൻ സാധ്യതയുണ്ട്. കടുവയെ പിടികൂടണമെന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭിക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. കൂമന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വിറക് ശേഖരിക്കാൻ പോയ വയോധികൻ ഇന്നലെയാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു PS അർജുൻ.